ഹായ് കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സാന്റാക്ലോസാ. വാതിൽ തുറക്ക്. ഈ കൊടവയർ എനിക്ക് നന്നായിട്ടുണ്ട്. ഓഹോ, ഇത് തന്നെ പറ്റിയ അവസരം. ഇന്ന് ഏത് കഥയാ മോൾക്ക് കേൾക്കേണ്ടത്? അയ്യോ, പേടിക്കണ്ട. സാന്റ ഇല്ലേ കൂടെ? എന്നെ വിട്ടു പോകല്ലേ സാന്റ. പണ്ടൊരിടത്ത് മഞ്ഞു പെയ്യുന്ന ശാന്തമായ ഒരു കാട്ടിൽ മരം കൊണ്ടുള്ള ഒരു വീട്ടിൽ അമ്മ മുയലും അവളുടെ മകളായ കുഞ്ഞു ലില്ലിയും താമസിച്ചിരുന്നു. എല്ലാ രാത്രിയും അമ്മ മുയൽ ലില്ലിക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇങ്ങ് വരൂ എന്റെ പൊന്നു മോളെ, ഉറങ്ങാൻ സമയമായി. അമ്മേ, എനിക്കിന്ന് സാന്റാപ്പൂപ്പന്റെ കഥ മതിയേ. സാന്താപ്പൂപ്പിന് ചുവന്ന ഡ്രസ്സും വെളുത്ത് പഞ്ഞു പോലത്തെ താടിയും ചുവന്ന തൊപ്പിയും വലിയ വയറും പിന്നെ നല്ല സ്നേഹമുള്ള ഒരു ചിരിയുണ്ട്. അമ്മേ, എന്നെ കാണാൻ സാന്റാപ്പൂപ്പൻ എന്നാ വരുന്നേ? സമ്മാനങ്ങൾ വാങ്ങിക്കാൻ കൊതിയാവുന്നു. എന്നാൽ വീടിന്റെ മേൽക്കൂരയ്ക്ക് മുകളിലിരുന്നു കള്ളക്കുറുക്കനായ കിട്ടു ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഓഹോഹോ, സാന്റയപ്പൂപ്പനെ നോക്കിയിരിക്കുവാണല്ലേ? കൊള്ളാം. ഞാൻ സാന്റാക്ലോസ് ആണെന്ന് പറഞ്ഞ് ഇവളെ കൊണ്ട് വാതിൽ തുറപ്പിക്കാം. എന്റെ ഒരു ബുദ്ധി. അങ്ങനെ ക്രിസ്മസ് തലേന്ന് രാത്രി അമ്മ മുയൽ വിറകുകൾ ശേഖരിക്കാനായി പുറത്തേക്ക് പോയി. ആ സമയം ഹലോ കുഞ്ഞുമുയലേ, ഞാൻ സാന്റാക്ലോസ് ആണ്. വാതിൽ തുറക്ക്. ഹായ്, സാന്റാക്ലോസ് അപ്പൂപ്പനോ? ലില്ലി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൾ ഓടിച്ചെന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പക്ഷേ സാന്റാപ്പൂപ്പന്റെ വേഷം ഇതല്ലല്ലോ. സാന്റയ്ക്ക് ചുവന്ന ഡ്രസ്സും തൊപ്പിയും അല്ലേ ഉള്ളത്? നിനക്കതില്ലല്ലോ. ഓ ഓ, അത് ഞാൻ മറന്നുപോയി. ഇപ്പൊ വരാമേ. അവൻ ഓടിപ്പോയി എവിടെ നിന്നോ ഒരു ചുവന്ന ഡ്രസ്സും തൊപ്പിയും ഒക്കെ സംഘടിപ്പിച്ചു. തിരിച്ചെത്തിയ അവൻ വാതിലിൽ മുട്ടിക്കൊണ്ട് പറഞ്ഞു, ഹേയ് ലില്ലി, ഇപ്പൊ ശരിയായില്ലേ? ഞാൻ തന്നെയാ സാന്റ. ഹൂ ഹൂ ഹൂ. വേഗം വന്ന് വാതിൽ തുറക്ക്. പക്ഷേ അപ്പൂപ്പന് വെളുത്ത നീണ്ട താടിയുണ്ടല്ലോ. ആ ആ, ശരിയാ. താടിയുണ്ട്. ഞാൻ വെക്കാൻ മറന്നുപോയതാ. ഞാൻ വേഗം പോയി താടി വെച്ചിട്ട് വരാമേ. അവൻ ഓടിപ്പോയി പഞ്ഞി കൊണ്ടുള്ള ഒരു കള്ളത്താടി ഉണ്ടാക്കി. അതും വെച്ചുകൊണ്ട് തിരിച്ചു വന്ന് വീണ്ടും വാതിലിൽ മുട്ടി. വാതിൽ തുറക്കൂ ലില്ലി മോളെ. താടിയുള്ള സാന്റാക്ലോസ് ഇതാ വന്നെത്തിയിരിക്കുന്നു. പക്ഷേ സാന്റയപ്പൂപ്പന് കുടവയറുണ്ടല്ലോ, അത് കാണുന്നില്ലല്ലോ. ഓഹോ, അതിപ്പോ ശരിയാക്കി തരാമേ. വഴിയേ വരുന്നുണ്ട്. അവൻ ഓടിപ്പോയി ഒരു തലയണയെടുത്ത് ഡ്രസ്സിനുള്ളിൽ കുത്തി തിരികെ വെച്ചു. എന്നിട്ട് തിരിച്ചു വീണ്ടും വന്ന് വാതിലിൽ മുട്ടി. ഹലോ ലില്ലി, നിനക്ക് സമ്മാനങ്ങൾ തരാനിതാ വയറുള്ള സാന്റയപ്പൂപ്പൻ വന്നിരിക്കുന്നു. വേഗം വാതിൽ തുറക്ക്. പക്ഷേ സാന്റ വരുന്നത് പറക്കുന്ന മാനുകളുള്ള സ്ലേയിലല്ലേ? അപ്പൂപ്പന്റെ വണ്ടി എവിടെ പോയി? ഓ, വണ്ടി അത് ഞാൻ ഇവിടെ ഇട്ടേക്കുവാ. അത് ഇപ്പൊ കൊണ്ടുവരാമേ. കിട്ടു കുറച്ചു മരക്കഷ്ണങ്ങൾ വലിച്ചു കൊണ്ടുവന്ന് എങ്ങനെയൊക്കെയോ കൂട്ടിക്കെട്ടി ഒരു പൊട്ടിപ്പൊളിഞ്ഞ വണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്ന് പിന്നെയും വാതിലിൽ മുട്ടി. ഹലോ ലില്ലി മോളെ, ഞാൻ ശരിക്കും സാന്റയപ്പൂപ്പനാ. ഒന്ന് നോക്കിക്കേ. എനിക്ക് ചുവന്ന ഡ്രസ്സുണ്ട്,
താടിയുണ്ട്, തൊപ്പിയുണ്ട്, വയറുമുണ്ട്, പോരാത്തതിന് ദേ വണ്ടിയും ഉണ്ട്. ഇനി എന്ത് വേണം? സമ്മാനം മേടിക്കാൻ എന്റെ കൂടെ ഓടി വാ. കാണാനെല്ലാം ശരിയാ, പക്ഷേ സാന്റാ അപ്പൂപ്പന് നല്ല സ്നേഹമുള്ള ചിരിയുണ്ടെന്നാ അമ്മ പറഞ്ഞേ. അപ്പൂപ്പന്റെ ചിരി അങ്ങനെ അല്ലല്ലോ. അയ്യോടാ എന്റെ കുഞ്ഞാവേ, എനിക്ക് സ്നേഹത്തോടെ ചിരിക്കാനറിയാലോ. ദാ ഇതുപോലെ എന്നെ ഒന്ന് വിശ്വസിക്ക്. ഇപ്പോ ഇപ്പോ ആ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൂപ്പൻ സത്യമായും സാന്റാക്ലോസ് തന്നെയാണോ? അതെ എന്റെ കുഞ്ഞെ, ഞാൻ സാന്റ തന്നെയാ. എന്റെ കൂടെ വാ. ആകാംക്ഷയോടെ അവൾ വാതിൽ തുറന്നു. കിട്ടു അവളെ എടുത്ത് ആ പൊട്ടിപ്പൊളിഞ്ഞ വണ്ടിയിലിരുത്തി. അങ്ങനെ അവർ മഞ്ഞു നിറഞ്ഞ കാട്ടിലൂടെ മുന്നോട്ട് നീങ്ങി. നമുക്ക് പോയി സമ്മാനം എടുത്തുകൊണ്ട് വരാമേ. ഇവിടെ ആകെ ഇരുട്ടാണല്ലോ. ക്രിസ്മസ് സ്റ്റാറിന്റെ വെളിച്ചമില്ല, ജിംഗിൾ ബെൽസിന്റെ ശബ്ദവുമില്ല. മോള് പേടിക്കേണ്ട, സാന്റ കൂടെ ഇല്ലേ. പെട്ടെന്ന് ലില്ലി ചെവികൾ കൂർപ്പിച്ചു. അതെ, ആ ശബ്ദം അമ്മ പറഞ്ഞ സാന്റയുടെ ജിംഗിൾ ബെൽസിന്റെ ശബ്ദം. പെട്ടെന്ന് ആകാശം നിറയെ ഒരു സ്വർണ്ണ വെളിച്ചം പരന്നു. റെയിൻഡിയേഴ്സ് വലിക്കുന്ന അതിമനോഹരമായ ഒരു സ്ലേ ആകാശത്തു നിന്നും അവർക്ക് മുന്നിലേക്ക് പറന്നിറങ്ങി. കുഞ്ഞുമുയലേ, നീ എന്തിനാണ് ഈ കുറുക്കന്റെ കൂടെ പോകുന്നത്? അയ്യോ സാന്റ, അത് പിന്നെ ഞാനൊരു എന്റെ വേഷം കിട്ടി ഈ കുഞ്ഞിനെ പറ്റിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? സാന്റയുടെ റെയിൻഡിയേഴ്സ് കിട്ടുവിന് നേരെ തിരിഞ്ഞു. ടിഷ്യും ടിഷ്യും. അവയുടെ ചവിട്ടേറ്റ കിട്ടു നിലവിളിച്ചുകൊണ്ട് ജീവനും കൊണ്ട് അവിടുന്ന് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. സാന്റാ അപ്പൂപ്പനാന്ന് വിചാരിച്ചാണ് അവന്റെ കൂടെ പോകുന്നത്. സാന്റ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി സ്നേഹത്തോടെ അവളെ കൈകളിൽ കോരി എടുത്തുകൊണ്ട് പറഞ്ഞു, സാരമില്ല എന്റെ കുട്ടി, വിഷമിക്കേണ്ട. നീ പറ്റിക്കപ്പെട്ടതാണ്. ഇനി പേടിക്കേണ്ട, ഞാനില്ലേ കൂടെ. ഒരു കുറുക്കനും നിന്നെ ഇനി തൊടില്ല. സ്നേഹത്തോടെ സാന്റ അപ്പൂപ്പൻ ലില്ലിയെ എടുത്ത് തന്റെ സ്ലേയിലിരുത്തി. അവരെയും കൊണ്ട് സ്ലേ ആകാശത്തേക്ക് പറന്നുയർന്നു. എന്നെ വിട്ടു പോവല്ലേ സാന്റ, എനിക്ക് പേടിയാകുന്നു. ഇല്ല കുഞ്ഞെ, ഞാൻ കൂടെയുണ്ട്. നമുക്ക് മോളുടെ വീട്ടിലേക്ക് പോകാം. ഈ സമയം അമ്മ മുയൽ കൊടും തണുപ്പിൽ ലില്ലിയെ കാണാതെ കരഞ്ഞു നിലവിളിച്ച് നടക്കുമായിരുന്നു. ലില്ലി, ലില്ലി, നീ എവിടെയാ? ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. പെട്ടെന്ന് സാന്റയുടെ സ്ലേ മുറ്റത്ത് വന്നിറങ്ങി. വണ്ടി നിർത്തിയതും ലില്ലി ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മേ, സാന്റാ അപ്പൂപ്പനാണെന്ന് കരുതിയാ ഞാൻ വാതിൽ തുറന്നത്. പക്ഷേ പോട്ടെ മോളെ, നിനക്ക് അബദ്ധം പറ്റിയതാ. നീ തിരിച്ചെത്തിയല്ലോ, അത് മതി അമ്മയ്ക്ക്. അവൾ ധൈര്യശാലിയും മിടുമിടുക്കിയുമാണ്. സാന്റ തന്റെ ബാഗിൽ നിന്നൊരു സമ്മാനപ്പൊതിയെടുത്ത് ലില്ലിയുടെ കുഞ്ഞു കൈകളിൽ വെച്ചു കൊടുത്തു. ധൈര്യശാലിയായ ഈ കുഞ്ഞു മുയലിന് സാന്താ അപ്പൂപ്പന്റെ ക്രിസ്മസ് സമ്മാനം ഇതാ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് സാന്റാ. ജിംഗിൾ ബെൽസ് മുഴക്കിക്കൊണ്ട് സാന്റ അപ്പൂപ്പന്റെ സ്ലേ ആകാശത്തേക്ക് പറന്നുയർന്നു. പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ, മനസ്സിൽ സ്നേഹം നിറയട്ടെ. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.